പുതുവൈപ്പ് ബീച്ചിലേക്ക് ഞാൻ പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല ഒരു മീനിൻ്റെ മാർക്കറ്റ് കണ്ടു. മീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് മീൻ മാർക്കറ്റ്. എല്ലാ സ്ഥലത്തും മീനാണ്, വെറൈറ്റി ഫിഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഞാൻ ഇതുവരെ കാണാത്ത മീനുകളൊക്കെ ഈ ഒരു ഷോപ്പിൽ തന്നെയുണ്ട്. പിന്നെ അപ്പുറത്ത് ഇതുപോലെ തന്നെ കുറേ ഷോപ്പുണ്ട്. ഞാനിവിടെ നിന്ന് വാങ്ങിച്ച് പോയി കഴിച്ചപ്പോഴാണ് മനസ്സിലായത് നല്ല ഫ്രഷ് മീൻ, അടിപൊളി മീൻ. ഞാനിപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു മാർക്കറ്റിംഗ് നടത്തുന്നതല്ല, ആക്ച്വലി നടന്ന സംഭവമാണ്. ഇപ്പോൾ ഞാനിനി മീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ പോയിട്ട് വാങ്ങിക്കുക എന്നുള്ള രീതിയിലായിരിക്കുന്നത്. കാരണം നല്ല മീൻ ഇത്തിരി കാശൊക്കെ കൂടും, കാശ് കൂടിക്കോട്ടെ, പക്ഷെ നമ്മുടെ ആലുവയിലൊക്കെ കിട്ടുന്ന മീനേക്കാൾ എത്ര ഫ്രഷാണ്, നല്ല ഫ്രഷ് അപ്പം പിടിച്ചുകൊണ്ട് വന്ന മീൻ തന്നെയാണ്. അത്രയും വെറൈറ്റി ഉണ്ട്, അത്രയും ആൾക്കാരും അവിടെയുണ്ട്. അപ്പോൾ ഞാനിന്ന് പോകുന്നത് പുതുവൈപ്പിലേക്കാണ്. ക്രിസ്മസ് തുടങ്ങുന്ന സമയത്ത് പുതുവൈപ്പിൽ അല്ലെങ്കിൽ വൈപ്പിനിൽ നിന്ന് വന്നാണ് കുറച്ച് മീൻ വാങ്ങിക്കാൻ. ഇവിടുത്തെ മാർക്കറ്റ് എന്ന് വെച്ചാൽ അടിപൊളി മാർക്കറ്റാണ്. വില കൂടുതലാണെങ്കിലും മീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനോടെ കിട്ടും. ധൈര്യപൂർവ്വം വാങ്ങിക്കാം. വെറൈറ്റി സ്റ്റാൾസ് ഉണ്ട്, വെറൈറ്റി മീനുണ്ട്. അപ്പം മീൻ വാങ്ങിക്കാൻ ആണ്ട് കിടക്കുന്ന ഒരു വലിയ മീൻ, പാമ്പിൻ്റെ പോലെയാണ് ശരിക്കും. അതിൻ്റെ ഒരു കൂർത്ത് ഇരിക്കുന്ന ചുണ്ട് കണ്ടാൽ തന്നെ ഒരു പ്രത്യേക സംഭവമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും സംഭവം. പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു സംഭവം തന്നെയായിരുന്നു ഇതെല്ലാം. പിന്നെ ഞാൻ പുതുവൈപ്പ് ബീച്ചിലെത്തി. ഇതിൻ്റെ അടുത്ത് ലൈറ്റ് ഹൗസ് ഉണ്ട്, പിന്നെ LNG ടെർമിനലുണ്ട്. അപ്പോൾ ഈ പുതുവൈപ്പ് ബീച്ച് ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് വരുന്നതാണ്. ഇവിടെ അധികം ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല, ഇഷ്ടംപോലെ മണലുണ്ട്. പുതുവൈപ്പ് ബീച്ചിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഏകാന്തമായ ബീച്ചാണ്, അധികം ആൾക്കാരൊന്നുമില്ല, ശരിക്കും മണൽ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നല്ല രസമുള്ള കാലാവസ്ഥയാണ്. പയ്യെ ഇത് നന്നായി വരണം. പുതുവൈപ്പ് ബീച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. CRZ റൂൾസ് ശരിക്കും സ്ട്രിക്ട്ലി പാലിക്കുന്ന ഒരു സ്ഥലമാണിത്. 10 മണി കഴിഞ്ഞാൽ അവിടെ വിസിറ്റ് സ്ഥലമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഐ ലവ് പുതുവൈപ്പ് നമ്മൾ കണ്ടല്ലോ, അത് എല്ലായിടത്തും ഉണ്ട്. ഇതുപോലൊരു മരം ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഉണ്ട്, എന്തിനാണാവോ. എനിവേ ഇത് നല്ല രസമുള്ളൊരു ബീച്ചാണ് ശരിക്കും. നോർത്തേൺ വൈപ്പിൻ്റെ ഐലൻഡിൻ്റെ നോർത്തേൺ എൻഡാണ് ഈ കാണുന്നത്. ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റില്ല, അപകടം എപ്പോഴും ഇവിടെ പതിയിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കോസ്റ്റ് ഗാർഡ് സർവീസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വരിക, കാണുക, ഇരിക്കുക, പോവുക. ഒരു 4 മണി കഴിഞ്ഞിട്ട് വരുന്നത് നല്ലത്. പിന്നെ കുളിക്കാനൊന്നും ഇറങ്ങരുത്. അത്യാവശ്യം വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരല്ല, എല്ലാം അവിടെ തന്നെ വലിച്ചെറിയും. ഇതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ തന്നെ ഇവിടെ ടൂറിസം നല്ല പ്രൊഫഷണാലിറ്റി ഉള്ള ഏരിയയാണ്.